ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ ഞാനും ചേച്ചിയും കൂടെ ഇവിടെ പുറത്ത് പോകുന്നുണ്ട്. അപ്പോൾ കുറച്ച് സാധനങ്ങൾ അമ്മയ്ക്ക് പനിയുണ്ട്. അപ്പോൾ അതിൻ്റെ കഷായം ഇടാൻ വേണ്ടി കുറച്ച് സാധനങ്ങൾ വാങ്ങണം. പിന്നെ നമ്മുടെ ഈ ഞവരയില അങ്ങനത്തെ സാധനങ്ങൾ ഇവിടെ വീട്ടിൽ പോയി പറിക്കണം. പിന്നെ ചേച്ചിക്ക് ബുക്ക് സ്റ്റോളിൽ പോകണം. പിന്നെ എനിക്ക് ചെടിച്ചട്ടിയൊക്കെ മേടിക്കണം. അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക. മൊത്തം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇനി ഞാൻ ഇട്ടുകൊണ്ട് പോയ ഡ്രസ്സിൻ്റെ കുറച്ച് ഷോ ഓഫാണ്. ഞാൻ ഈ ഷർട്ട് പിന്നെ അകത്തൊരു ബനിയൻ പോലെ ഇട്ടിട്ട് പിന്നെ ഒരു ബാഗി ജീൻസാണ് ഇട്ടിട്ട് പോയത്. നല്ല രസമുണ്ടായിരുന്നു. നല്ല വെയിലത്തൊക്കെ ഇട്ടുകൊണ്ട് പോകാൻ പറ്റിയ ഡ്രസ്സായിരുന്നു. പിന്നെ പുറത്തോട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് അമ്മ ഇങ്ങനെ ഓരോ പറയുന്നുണ്ടായിരുന്നു, അതിട് ഇതിടുന്ന്. അമ്മമ്മയാണെങ്കിൽ അവിടെ പാത്രം കിടന്ന് കഴുകുമായിരുന്നു. പിന്നെ ഞാൻ വേസ്റ്റ് എടുത്ത് താഴെ കൊണ്ടുപോയായിരുന്നു കോഴിക്ക് കൊടുക്കാനായിട്ട്. എന്നിട്ട് താഴെ ഇറങ്ങിയപ്പോൾ അച്ഛൻ അവിടെ നിന്ന് പണി ചെയ്യുന്നുണ്ടായിരുന്നു. എല്ലാവരും ഓരോരോ വർക്കിലായിരുന്നു. രാവിലെ അച്ഛൻ അവിടെ നിന്ന് എന്തൊക്കെ എടുത്തുകൊണ്ട് പോവേ ഈ ഹോസ് ഇങ്ങനെ കട്ട് ചെയ്യുമായിരുന്നു. പിന്നെ എനിക്കിതൊക്കെ പേടിയായതുകൊണ്ട് പ്രവർത്തിപ്പിക്കാനൊരിതാണ്. പക്ഷെ ഞാൻ ഇന്നാൾ ഡ്രില്ലിങ് എടുത്ത് വെച്ചിട്ട് ഓണാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ചേച്ചി ഇവിടെ റെഡിയായി ചിരിച്ച് നിൽക്കുന്നു. പിന്നെ നമുക്ക് ഹെൽമെറ്റ് വെച്ചിട്ട് പോവാമല്ലോ. അങ്ങനെ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ തിരിക്കാൻ പറ്റില്ല. ഇത്രയൊക്കെ മേക്കപ്പ് ഇട്ടിട്ട് പോയാൽ നല്ല പോലെ വിയർത്ത് പൊളിച്ച് വെളിയിലിറങ്ങും. പിന്നെ ഞാൻ വീഡിയോയ്ക്ക് എടുക്കുന്നതുകൊണ്ടാണ് ഞാൻ നല്ലതായിട്ട് റെഡിയായി പോയത്. അങ്ങനെ നമ്മുടെ കഴക്കൂട്ടത്തായിരുന്നു ഈ ബുക്ക് സ്റ്റോൾ. അടിപൊളി ബുക്ക് സ്റ്റോളായിരുന്നു. എനിക്ക് പോകാൻ ഇഷ്ടമുള്ള സ്ഥലങ്ങളിൽ, സമാധാനം കിട്ടുന്ന സ്ഥലങ്ങളിൽ, സുഖം കിട്ടുന്ന സ്ഥലങ്ങളിൽ ഒരു സ്ഥലമാണ് ഈ ബുക്ക് സ്റ്റോൾ. കയറി ചെന്നവിടെ ഇവിടെ ഇങ്ങനെ പേനകൾ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ അവിടെ മൊത്തം ഇങ്ങനെ അരിച്ച് പറക്കുന്നുണ്ടായിരുന്നു. അവിടെ ഇങ്ങനെ കുറേ സ്റ്റോറി ബുക്സ്, പിന്നെ പിള്ളേർക്ക് ഇങ്ങനെ കളിക്കാൻ പറ്റുന്ന സംഭവങ്ങൾ. പിന്നെന്താ, ചേച്ചിക്ക് ഈ 5 പാർട്ടീഷൻ ബുക്ക് മേടിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ചേച്ചി രാവിലെ ഇവിടെ നിന്ന് പോകുമ്പോഴത്തേക്കും ഭയങ്കര മെനക്കേടാണ് 5 ബുക്കൊക്കെ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ 5 പാർട്ടീഷൻ ബുക്ക് മേടിച്ച് കഴിഞ്ഞാൽ അത് നല്ല ഭംഗിയുള്ള ബുക്കാണ് ഇവിടെ ഉള്ളത്. നമുക്ക് ഓരോ സബ്ജക്റ്റും ഓരോ പാർട്ടീഷനിൽ എഴുതാൻ പറ്റും. അങ്ങനെയാണ്. ഓരോ പാർട്ടീഷനുണ്ട്. ബുക്ക് ഇങ്ങനെ 5ആയിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഒരു പുതിയ അറിവായിരുന്നു എനിക്ക്. അപ്പോൾ അത് നല്ല രസമുണ്ടായിരുന്നു. ആ പുസ്തകങ്ങളാണെങ്കിൽ നല്ല രസമുണ്ട്. എൻ്റെ മുമ്പിലുള്ള ആ ഡിസൈൻസൊക്കെ നല്ല രസമുണ്ട്. നല്ല ഈസ്തറ്റിക് വൈബുള്ള ഒരു കടയായിരുന്നത്. എന്ന് വെച്ചാൽ അവിടുത്തെ പ്രോഡക്ട്സ് ഈസ്തറ്റിക് വൈബുള്ളതാണ്. അപ്പോൾ ഈസ്തറ്റിക് വൈബുള്ള തപ്പി നടക്കുവാണെങ്കിൽ നിങ്ങൾ ചെന്നോളൂ. നല്ലൊരു ബുക്ക് സ്റ്റോളാണത്. ഒട്ടുമിക്ക എല്ലാവർക്കും അറിയാവുന്ന ബുക്ക് സ്റ്റോളാണ്. നല്ല ബുക്സ് ഉണ്ട്. അത് മാത്രമല്ല നല്ല വിലക്കുറവിലും ഉണ്ടായിരുന്നു. ഞാനപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ നമ്മൾ കുറേ നിറമുള്ള പേനയുണ്ടല്ലോ അതെടുത്ത്, പിന്നെ ഒരു കുഞ്ഞ് ഡയറി, എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതി വെക്കാനായിട്ടുള്ള ഡയറി. പിന്നെ എനിക്ക് ഈ ലക്കി ബാമ്പുവിൻ്റെ ചുറ്റും കെട്ടാനായിട്ട് ഇതേപോലെ റിബൺ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ ആണെങ്കിൽ ഒരു സ്വർഗം പോലെയാണ്. നല്ല രസമുണ്ടായിരുന്നു. ചെറിയ ടോയ്സും അങ്ങനെയൊക്കെ കുറച്ച് ഐറ്റംസ്. കുഞ്ഞു കടയാണെങ്കിലും നിറച്ച് ഐറ്റംസാണ്. എനിക്ക് അങ്ങനത്തെ കടകൾ ഇഷ്ടമാണേ. അങ്ങനെ പേനകളൊക്കെ നോക്കി ഇങ്ങനെ കറങ്ങി നിന്നപ്പോഴത്തേക്കുമാണ് ഞാൻ ഈ സ്റ്റിക്കർ കണ്ട ഇങ്ങനെ ബീഡ്സിൻ്റെയൊക്കെ സ്റ്റിക്കർ. അത് നല്ല ഭംഗിയുണ്ടത്. പക്ഷെ ഞാൻ മേടിച്ചില്ല. കാരണം എനിക്ക് ഈ ഡയറിയിലൊക്കെ ഒട്ടിക്കാനാണെങ്കിൽ ഓക്കെ, ഞാനതൊന്നും സെറ്റ് ചെയ്ത് തുടങ്ങിയില്ല. അപ്പോൾ എന്തായാലും ഇനി ഈ ബുക്ക് സ്റ്റോളിൽ പോവും. അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെ പോയി എടുക്കാമെന്ന്, അല്ലാണ്ട് ഇപ്പോൾ ഉടനെ ഒന്നും വേണ്ടാന്ന് വിചാരിച്ചു. പിന്നെ ചേച്ചി കോട്ടൊക്കെ ഇട്ട്, നല്ല വെയിലുണ്ട്, കോട്ടൊക്കെ ഇട്ടിട്ട് നമ്മൾ ഇറങ്ങി. കഴക്കൂട്ടത്തായിരുന്നു ബുക്ക് സ്റ്റോള്. പൊന്നി ബുക്ക് സ്റ്റോൾ എന്നാണ് ബുക്ക് സ്റ്റോളിൻ്റെ പേര്. നല്ലൊരു ബുക്ക് സ്റ്റോളാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പൊക്കോളൂ. കാരണം ഇങ്ങനെ ബീഡ്സൊക്കെ നമുക്ക് എല്ലായിടത്തും കിട്ടൂലല്ലോ. നല്ല വെയിലുണ്ടായിരുന്നു. ഞാനാണെങ്കിൽ വെയിലത്ത് നിന്ന് കരിയുമായിരുന്നു, ഇങ്ങനെ ഒലിച്ചിറങ്ങിയായിരുന്നു. പിന്നെ അതിനുശേഷം നമ്മൾ അടുത്ത ചെടിക്കടയിൽ പോയി. പെരുത്ത് നിൽക്കുമെന്ന് ചേച്ചി പറഞ്ഞു. നല്ല ഭംഗിയാണ്. അപ്പം ഞാൻ പോയ എന്തിനെന്ന് വെച്ചാൽ ഈ ചൈന ഡോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഈ കാണിച്ചേക്കുന്ന പ്ലാന്റ് മേടിക്കാനായിട്ടായിരുന്നു. അതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ കാണുമ്പോൾ വലിയ ഭംഗിയില്ല. പക്ഷെ നമ്മൾ ഒന്നുകൂടെ ഒന്ന് ഓർത്ത് നോക്കുമ്പോഴത്തേക്കും നല്ല ഭംഗിയൊന്നും. ഇങ്ങനെ മരം കണക്ക് ഇങ്ങനെ വലുതാവുമ്പോൾ നല്ല രസമാണ്. അപ്പം ഞാൻ അവിടെയുള്ള ഇഷ്ടം പോലെ ചെടിയുണ്ട്. അടുത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള
ഒരു കടയാണ് ചെടിക്കട. നിറച്ച് പ്ലാന്റ്സ് ഉണ്ടായിരുന്നു. അത് നല്ല ഭംഗിയുള്ള, ഇതൊന്നും അല്ല കേട്ടോ, ഇതിൽ നിന്ന് ഭംഗിയുള്ള പ്ലാന്റ്സ് ഉണ്ടായിരുന്നു. അതിൽ ഒരെണ്ണം ഞാൻ വാങ്ങിച്ചു. കാരണം എല്ലാത്തിനും നല്ല വിലയുണ്ട്, 350-300 രൂപയൊക്കെയാണ്. പക്ഷേ അതിനകത്ത് തന്നെ 2 തൈയൊക്കെ കാണും കേട്ടോ. ഇത് പിന്നെ നമ്മൾ മണി പ്ലാന്റ്. ഞാൻ പിന്നെ ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു, അവിടെ നിറച്ച് പ്ലാന്റ്. പിന്നെ ആ മാമൻ ബിസിയായിരുന്നു. പിന്നെ മാമനെ ശല്യപ്പെടുത്തണ്ടെന്ന് വിചാരിച്ച് ഇതൊക്കെ കണ്ട് ആസ്വദിച്ച് അങ്ങ് നടക്കുമായിരുന്നു. പിന്നെ ചേച്ചിക്ക് ഓർക്കിഡ് വേണമെന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ കയ്യിൽ ഓൾറെഡി ഓർക്കിഡിൻ്റെ പ്ലാന്റ് ഉണ്ട്. പക്ഷേ അതിൽ ഫ്ലവർ വന്നിട്ടില്ല. അത് ഞാൻ അകത്താണ് നട്ടേക്കുന്നത്. കുറച്ച് സൺലൈറ്റ് കിട്ടുന്ന രീതിക്കാണ് ഞാൻ നട്ടേക്കുന്നത്. പിന്നെ ഞാൻ അവിടെ ചെന്നിട്ട് ആ ഇരിക്കുന്ന പിങ്കൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ വേറൊരു ഹാർട്ട് ഷേപ്പിലുള്ള മറ്റേ പീസ് ലില്ലിയുടെയൊക്കെ ടൈപ്പ് ഒരു ചെടി ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ ഫ്ലവർ വരുന്നതല്ല, ആ ഒരു ഇലയുടെ ഷേപ്പ് മാത്രം വൈറ്റ്. അത് നമ്മൾ ഇതാക്കിയ അതേപോലെ ആവുള്ളൂ. ഇത് ഞാൻ മേടിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ അപ്പയുടെ അവിടെ നിർത്തുകൊണ്ട് വെച്ചിട്ടുണ്ട്. ഈ വൈറ്റാ ഇതൊരു പൂവുള്ളത് വെക്കാം. എത്ര രൂപയെന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ചേച്ചിക്കാണെങ്കിൽ ആ ചെടി ഇഷ്ടപ്പെട്ടു. അപ്പോൾ പൂവുള്ള ഒരെണ്ണവും കൂടെ കൊണ്ട് വയ്ക്കാമെന്നാണ് ചേച്ചി പറയുന്നത്. പക്ഷെ നമ്മൾ പൂവുള്ളത് വാങ്ങിച്ചാൽ നല്ല നഷ്ടമാണ് നമുക്ക്. അപ്പം നല്ല വില അവർ ചോദിക്കും. ഇങ്ങനെ എൻ്റെ കയ്യിൽ ഓൾറെഡി ഉണ്ട്. എനിക്കാണെങ്കിൽ ഞാൻ പറഞ്ഞ ആ പിങ്ക് ചെടി ഇതാണ്, എനിക്കിഷ്ടപ്പെട്ടു. അതിൻ്റെ ഇപ്പുറത്തൊക്കെ ഒരുപാട് നല്ല ചെടികളുണ്ട് കേട്ടോ, ഇഷ്ടംപോലെ ഉണ്ട്. അപ്പം ഞാൻ പിന്നെ ഈ ഓർക്കിഡ് നട്ടിട്ട് കുറച്ച് നാളെ ആയിട്ടുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ പൂ വരാൻ കുറച്ച് സമയം എടുക്കുമല്ലോ. അപ്പം നല്ല നമ്മൾ ഫെർട്ടിലൈസറൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടല്ലേ കാര്യമുള്ളൂ. ഞാനിങ്ങനെ തടിയിലാണ് നട്ടു വെച്ചേക്കുന്നത്. ഞാൻ ഒരു ദിവസം അത് കാണിച്ചു തരാം. തടിയിലാണ് നട്ടു വെച്ചേക്കുന്നത്. അപ്പം നമ്മൾ ലിക്വിഡ് ഫെർട്ടിലൈസർ കൊടുത്താലേ പറ്റുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൽ അധികം അങ്ങനെ ചാണകവും അങ്ങനെ ഒന്നും ഇട്ടിട്ടില്ല. അപ്പം കുറച്ച് സമയം എടുക്കും അത് പിന്നെ ആവാൻ. പിന്നെ ഞാൻ വിയർത്തൊഴുവാണ്. കാരണം ഈ മാമനാണെങ്കിൽ നമ്മൾ മൈൻഡ് ചെയ്യുന്നതുമില്ല. കാരണം ഒരുപാട് പേര് അവിടെ ഉണ്ടായിരുന്നു, ആ മാമന് സമയമില്ലായിരുന്നു. പിന്നെ നമ്മൾ ഒരുപാട് ശല്യം ചെയ്യാൻ പോയില്ല. 10-15 മിനിറ്റ് നമ്മളവിടെ നിന്നപ്പോഴത്തേക്കും മാമ വന്ന്. പിന്നെ മാമനെ നമുക്ക് എടുത്ത് തന്ന്. അപ്പോൾ ഞാൻ പിന്നെ മേടിക്കാൻ പോയതെന്ന് പറഞ്ഞാൽ ഒരു പാമാണ്, ഇൻഡോർ പാമ്പ് മേടിക്കാൻ പോയായിരുന്നു. അതിൽ 300 രൂപയാണെങ്കിലും ഒരു 3-4 തൈ ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ ഇതുവരെയ്ക്കും അത് നട്ടില്ല, ഇങ്ങനെ വച്ചേക്കുന്നേ ഉള്ളൂ. കാരണം അതിനൊരു വലിയ ചെടിച്ചട്ടി വേണം, എന്നാലേ, അല്ലെങ്കിൽ നമ്മൾ റീപോർട്ട് ചെയ്തുകൊണ്ടിരിക്കണ്ടേ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്യുവാണ്, അതിങ്ങനെ വെച്ചേക്കുന്നത്. ഈ സാധനം കൊള്ളാമല്ലേ, ഇതൊക്കെയാണ് ചട്ടി. ഈ കൊച്ചിനെ ഇവിടെ നിന്ന് കിട്ടിയ ചെടിക്കട ഒരു സ്വർഗമാണ് ഗൈസ്. പക്ഷേ ഇനി 2 ചെടിയും കൂടെ മേടിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ മേടിക്കാൻ പറ്റിയില്ല. പക്ഷേ ഞാൻ ഇവിടെ തന്നെ തിരിച്ചു വരും ഇനി മേടിക്കാനായിട്ട്. നല്ല ചെടിക്കടയായിരുന്നു കഴിച്ചത്. വീണ്ടും നമ്മൾ യാത്ര ഇനി നമുക്ക് ഉള്ളിയൊക്കെ മേടിക്കണം. ഹായ്, നമ്മൾ അപ്പനെ കാണാൻ പോവുകയാണ്. പിന്നെ നമ്മൾ അപ്പയെ മാമനെ അപ്പൂപ്പനെയൊക്കെ കാണാൻ പോയി. അവിടെ ചെന്നപ്പോഴത്തേക്കും അപ്പ നമ്മളെ കഴിപ്പിച്ചിട്ടേ വിടുള്ളൂ എന്ന് പറഞ്ഞ് അങ്ങനെ അവിടെ നിന്ന് കഴിച്ചിട്ടൊക്കെയാണ് തിരിച്ചു വന്നത്. പിന്നെ നമ്മൾ റിയലി അവിടെ പോകുന്ന എന്തിനെന്ന് വെച്ചാൽ അപ്പൂപ്പനെ അപ്പയും മാമനെ കാണണം. കുറേ നാളായി അവരെ കണ്ടിട്ട്. പിന്നെ അമ്മയ്ക്ക് ഈ ജലദോഷവും ചുമയൊക്കെ ഉള്ളതുകൊണ്ട് കാപ്പി ഉണ്ടാക്കണ്ടേ. അപ്പോൾ അവിടെ ഇതും ഉണ്ടായിരുന്നു, ഈ ഞവരയില, തുളസിയില, അങ്ങനെയൊക്കെ. നമ്മള് തുറന്ന് കേറട്ടാ. ഈ അടി കുറ്റിയിട്ടിട്ടില്ലല്ലോ. ഈ വീട് നല്ല രസമാണ്. അപ്പം വെളിയിൽ നിറച്ച് ചെടിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം നല്ല തണുപ്പാണ്. ഞാനിപ്പോൾ കാണിച്ചപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ ഒരു ചെടി ലവറാണ്, അതേപോലെ മാമൻ ഒരു ചെടി ലവറാണ്. അപ്പം അതുകൊണ്ട് നിറച്ച് ചെടികളൊക്കെയാണ്. പിന്നെ ഈ വീട് നല്ല രസമാണ്. എല്ലാവരും ഭയങ്കര രസമാണ് അവിടുത്തെ. അപ്പോൾ നമുക്ക് പോയിരിക്കാനും ഒരു പോസിറ്റീവ് വൈബുള്ള വീടാണ്. ഇതാണ് മിക്കി. പിന്നെ ഈ ഒരു ചെടിയിൽ നിന്ന് ഞാനൊരു കമ്പെടുത്തിട്ടുണ്ടായിരുന്നേ, നമുക്ക് വീട്ടിനകത്ത് വെക്കാനായിട്ട്. പിന്നെ ആ സൈഡ് ഫുൾ ഓർക്കിഡാണ്. അവിടെ നിന്നാണ് ഞാൻ ഓർക്കിഡിൻ്റെ തൈ എടുക്കുന്നത്. പിന്നെ മാമ ഇങ്ങനെ നിന്നിട്ട് ഓരോന്ന് പറയുന്നുണ്ടായിരുന്നു. ഈ വീട്ടിൽ നിന്നാണ് ഞാൻ ഒരുപാട് ചെടിയും എടുത്തുകൊണ്ട് പോകുന്നത്. കണ്ട, ഇവിടെ ഓർക്കിഡൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. അത് ഡാൻസിങ്
ആണ്. അവിടെ ഇതിൽ നിന്ന് എനിക്ക് ഒരെണ്ണം എടുത്തോട്ട് പോകണം. അവിടെ പോയതിൽ ഇങ്ങനെ ഇത് നടാൻ കുറേ ഉണ്ട്. വേണ്ടേ കണ്ട ഓർക്കിഡൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. അതെ, നമ്മളെ ചെടിക്കട ഇതാണ്. അപ്പം ഇങ്ങനെ പറയാം, എടുത്തുകൊണ്ട് പൊക്കോ എന്ന് പറയും. അപ്പം നമ്മളെടുത്തുകൊണ്ട് അങ്ങ് പോകും. വേണ്ട വെറ്റിലേക്കുന്നു. ഇതൊക്കെ നമുക്ക് പറിച്ചുകൊണ്ട് പോകണം തിരിച്ചു വരുമ്പോൾ. നമ്മളിപ്പോൾ എവിടെ പോകണമെന്ന് വെച്ചാൽ അപ്പൂപ്പനെ കാണാൻ പോകുന്നു. ഇതാണ് അപ്പൂപ്പൻ്റെ വീട്. ഇതാണെന്ന് വെച്ചാൽ ഇതാണ് ഇത്. ഇവിടെ കണ്ട സൂപ്പറാണ്. ഇവിടെ എനിക്ക് വന്നിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. വീടിന് ചുറ്റും കാടാണ്, സൂപ്പറാണ്, നല്ല രസമാണ്, നല്ല തണുപ്പാണ്. ഗൈസ്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം കാണിച്ചു തരാം. കണ്ട, ഇവിടെ വന്നാൽ എനിക്ക് കാണിക്കാൻ ഇഷ്ടം പോലെ ഉണ്ട്. കണ്ടേ, ഇത് ഇഷ്ടം പോലെ നെല്ലിക്ക. ഇത് നമുക്ക് പറിച്ച് തിന്നാം. അപ്പോൾ ഇത് പറിക്കാമല്ല, നമുക്ക് പറിച്ചുകൊണ്ട് അച്ചാറിടാം, തിന്നാം. അത് തന്നെ ഞാൻ കാണിക്കുന്ന. കെട്ടെ അപ്പൂപ്പ, അപ്പൊ ഞാൻ യൂട്യൂബിൽ വീഡിയോ എടുക്കുകയാണ്. ആയോറ നമ്മളിപ്പോ വന്നേ ഉള്ളൂ. ഇടുക്കി ഈ വീട്ടില് നല്ല തണുപ്പാണ് ഗൈസ്. മൈ ഫേവറേറ്റ് ഹോം. സൂപ്പറാണ്. ഇവിടെ വന്ന് കിടക്കുമ്പോൾ ഭയങ്കര സുഖമാണ്. അപ്പൂപ്പൻ നല്ല പണിയിലാണ്. അപ്പൂപ്പൻ ഇവിടെ തുടക്കുകയൊക്കെ ചെയ്യുന്നത്. ഈ വീട് കുറച്ച് നാളുകൊണ്ട് അടച്ചിട്ടൊക്കെയാണ്. അപ്പൂപ്പൻ മുകളിലാണ് നിൽക്കുന്ന. നല്ല സൂപ്പർ വീടാണ്. ഇനി ഇവിടെ നിന്ന് നമുക്ക് കാപ്പി ഇടാനുള്ള കുറച്ച് സാധനങ്ങൾ എടുക്കാനുണ്ട്. നല്ല ചൂട്, നല്ല പോലെ വിയർത്തിരിക്കുവാണ്. ഇവിടെ നിന്ന് കാപ്പിക്കുള്ള സാധനങ്ങളൊക്കെ എടുക്കണം. അപ്പം നമുക്ക് എടുക്കാം. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ആ നെല്ലിക്കയും കൂടെ പറിക്കണം. ഞാൻ ഇറങ്ങി ചെന്നപ്പോഴത്തേക്കും ചേച്ചി ഓൾറെഡി പണിയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം നമ്മൾ ഞാവരയില പറിച്ചിട്ട് പിന്നെ നമ്മൾ തുളസിയൊക്കെ ഇങ്ങനെ പറിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഇതൊക്കെ ഇട്ടിട്ട് കാപ്പി കുടിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. കണ്ട, അപ്പൂപ്പ ഇഷ്ടംപോലെ ചെടിയൊക്കെ നട്ടു വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അപ്പൂപ്പൻ ഇപ്പം നോക്കാറില്ല തോന്നുന്നു. പക്ഷെ അപ്പൂപ്പ കൂടെയൊക്കെ ഇങ്ങോട്ടൊക്കെ ഇറങ്ങി വരും. നമുക്ക് ഇവിടെ നിന്ന് തോട്ടം എടുത്തിട്ട് വേണം നെല്ലിക്ക പറിക്കാൻ. തോട്ടം വേണ്ട, ഒരു കമ്പ് മതി. നെല്ലിക്ക ഇഷ്ടംപോലെ ഉണ്ട്. ഓ മൈ ഗോഡ്, കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടംപോലെ ഉണ്ട്. പട്ടിയുണ്ടോ? എന്തോ പട്ടിയൊക്കെ കൊണ്ടുപോയില്ലേ? ഇനി ഞാൻ പറിക്കും. നമുക്ക് ഈ പൂ വേണ്ട, അതൊക്കെ പറിച്ചോ. പിന്നെ പൂ വേണ്ടാതെ പറിക്കുമ്പോഴേ അങ്ങ് എടുത്ത് കളഞ്ഞാൽ നമുക്ക് വൃത്തിയാക്കുന്ന ടാസ്ക് ഇല്ലല്ലോ. നീ അല്ലല്ലോ, അമ്മൂമ്മയല്ലേ വൃത്തിയാക്കണം. ചെടി നമ്മൾ അരോചകമായി പറിക്കണം. പിന്നെ എങ്ങനെയാ പറിക്കേണ്ടേ? മന്ദമായി പറിക്കണം. നീ ഇപ്പൊ മന്ദബുദ്ധിയായിട്ടല്ലേ പറിക്കുന്നത്. കൂടുതൽ ഡയലോഗ്സ് അടിക്കുന്നു കേട്ടോ. അല്ല, അതിൽ നിന്നും കൂടെ പറിക്കേ. താണ്ടേക്കും. അരോചകം എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്തിനാണ്? ഒട്ടും നല്ലതല്ലാതെ. ഓ, ഫെയർ ആൻഡ് ലവ്ലി. ഒട്ടും നല്ലതല്ല, ശരിയല്ല, നല്ലതല്ല. താണ്ടി ഈ സൈഡിൽ നല്ല അച്ഛനെങ്ങാനുമായിരുന്നു ആ സിനിമ കണ്ടിരുന്നെങ്കിൽ ഇപ്പൊ ആ ഡയലോഗ്സ് എല്ലാം കാണാതെ ഓടിച്ചേനെ. ഡയലോഗ്സ് ആ ചെടിന്നും കൂടെ പറയ്. ഇതാണ് അരോചകം. ഒരെണ്ണത്തിനെ തന്നെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ ഞാൻ ഇട്ടിരുന്ന വീഡിയോയുടെ കമന്റ് വന്നതാണ് ടോണർ അല്ല, ഞാൻ ടോണർ എന്നാണ് പറഞ്ഞത്. പക്ഷെ ടോണർ എന്നല്ലേ പറയാനുള്ള. ഓ, അപ്പൊ ഞാൻ വിചാരിച്ചു അങ്ങനെയൊക്കെ കമന്റ് വരില്ലേ. അത് നിന്നെ അറിയാവുന്ന ആരോ കമന്റ് ഇട്ടല്ലേ? അല്ല, അറിയാത്ത ആളാണോ? ഞാനും കാണുന്നുണ്ട്. ജസ്റ്റ് കണ്ടാലും വ്യൂസ് വരും. എടി, നമുക്ക് നെല്ലിക്ക പറിച്ചോണ്ട് പോയാലോ? നല്ല നെല്ലിക്ക, നല്ല
ഇവിടെ മാത്രമേ ഉള്ളൂ ഇങ്ങനത്തെ നെല്ലിക്ക ഗൈസ്. അപ്പോൾ ഇതാണ് കൈതോന്നി. ഞാനാണ് വ്ളോഗർ. ആരെങ്കിലും പറഞ്ഞാൽ പോയി, കാര്യം അറിഞ്ഞാൽ മതി. കൈതും കഴിക്കാൻ അതങ്ങോട്ട് വലിച്ചങ്ങോട്ട് എടുക്കുക. ഇതെന്തിനാണോ ആവോ അമ്മച്ചിക്ക് ഇടിച്ച് പിഴിഞ്ഞ് തലയിൽ തേക്കാം. ഇല്ല നീ ഇല്ലേ? ഇല്ല, അമ്മക്ക് ഇനി നെല്ലിക്ക പറിക്കാം. എന്നിട്ട് നീ ഇത് എണ്ണ പിടിക്കൂ. ഇങ്ങോട്ട് നോക്ക്. ഞാൻ നോക്കണേ എന്തിനാ? ക്യാമറ നോക്കണം. എനിക്ക് ഇത്ര സ്കില്ലൊക്കെ ഉണ്ടോ ഇവിടെ ഒന്ന് കണ്ടുപിടിക്കാനൊക്കെ? എടാ ഞാനൊരു കാര്യം പറയട്ടോ, ഇവിടെ എല്ലാം കയറി കിടന്നാൽ കടിക്കും. ഇതാ മെറൂൺ കളറിലുള്ള ഇതൊക്കെ നോക്ക് ഗൈസ്. ഇതൊക്കെ പൊട്ടയല്ലേ? ഇതാണ്ട് ഇവിടെ എത്ര നല്ല നല്ല നെല്ലിക്കകളുണ്ട്. ഒന്നും പറിക്കാതെ. ഞാനേ സൂപ്പർമാൻ അല്ല, മരത്തിന്റെ മണ്ടേ കയറിട്ട്. മരത്തിന്റെ മണ്ടേ കണ്ട അതാ ഇവിടെ താഴെ നിൽക്കണുണ്ട്. കമ്പ് പണിയാണ്. എടി ഇങ്ങനെ അടിക്കാതെ പ്രാന്തി. ഈ ഇവിടെ കിടക്കണേ ഇത് നീ പിടിക്കോ? ഒന്ന് ഇതൊന്ന് ഓഫ് ചെയ്ത് വെക്കട്ടെ ഞാൻ. ചേച്ചി പറഞ്ഞുതരാം. ഇവിടെയൊക്കെ ഉള്ളത് വേണം. അത് കാണത്തില്ലല്ലോ. ആ കമ്പ് എവിടെയുണ്ട്? അതങ്ങോട്ട് പോയി. ചേച്ചി കാണിച്ചു തരുന്നത് കാണൂ ഗൈസ്. ഇതൊക്കെ കണ്ടു പഠിക്കുക. ഒരു മുകളിൽ കാണും നല്ല മെറൂൺ കളറൊക്കെ നിൽക്കുന്നു. അതൊക്കെ കയറി പറി. മതി. മെറൂൺ കളറില്ല എനിക്കുള്ളതാണ്. നീ റെഡ് കളർ എടുത്തോ. എനിക്ക് റെഡ് പറിക്കാൻ പറ്റുന്നില്ല. എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് കൊണ്ടുപോകാൻ. ഇനി നമുക്ക് തിപ്പല്ലി വേണം. തിപ്പല്ലി പറിക്കാം. തിപ്പല്ലിയും എല്ലാമൊക്കെ പറിച്ചിട്ട് അവിടെ ചെന്നിരുന്നപ്പോഴത്തേക്കും പിന്നെ ഞാൻ കുറച്ച് ഓർക്കിഡിൻ്റെ തൈകളും എല്ലാമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പം അപ്പൂപ്പൻ എനിക്ക് മുന്തിരിങ്ങ കഴിക്കാൻ തന്നു. പിന്നെ അപ്പം ഊണെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഊണൊക്കെ കഴിച്ച് ചിക്കനൊക്കെ കൂട്ടി ഊണൊക്കെ കഴിച്ചിട്ട് പിന്നെ നമ്മൾ എല്ലാമൊക്കെ എടുത്തുകൊണ്ട് ഇറങ്ങി. ഒരുപാട് ചെടികളുണ്ടായിരുന്നു കേട്ടോ അവിടെ നിന്ന്. അതായത് മറ്റേ തുളസിയും അവരെ എല്ലാമൊക്കെ എടുത്തിട്ട് പിന്നെ അവിടെ നിന്ന് ഓർക്കിഡിൻ്റെ ചെടിയും പിന്നെ വേറൊരു ചെടിയും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു ഇൻഡോർ വയ്ക്കാനായിട്ടുള്ളത്. പിന്നെ അപ്പൂപ്പൻ 2 ടാർപ്പ് തന്നു. പിന്നെ നമ്മൾ ചെടിക്കടയിൽ നിന്നൊക്കെ മേടിച്ച ചെടിച്ചട്ടി പിന്നെ കുറേ സാധനങ്ങൾ അതേപോലെ ഉണ്ടായിരുന്നു. വണ്ടി നിറച്ച് സാധനങ്ങളായിരുന്നു. ബുക്ക് സ്റ്റാളിൽ നിന്ന് മേടിച്ച ബുക്ക് എല്ലാം. പിന്നെ നമ്മൾ RBNലൂടെ പോയിട്ടുണ്ടായിരുന്നു. ചേച്ചിക്ക് ലിപ് ടിൻറ്റ് മേടിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. മാഴ്സിൻ്റെ അത് റിവ്യൂ വേണമെങ്കിൽ ഞാൻ ചെയ്യാം. പിന്നെ അവിടെ ഇങ്ങനെ സൂപ്പർ കടയാണ്. അവിടെ ഇഷ്ടംപോലെ സാധനങ്ങൾ ഇങ്ങനെ ഉണ്ട് കേട്ടോ. സ്പ്രേ, അത് നമ്മുടെ കോസ്മെറ്റിക്സ് ഐറ്റംസ് അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ അവിടെ നിന്ന് തിരിച്ച് ഈ കട നമ്മൾ തൊട്ട് വീട്ടിനടുത്താണ്. വീടെത്തി. പിന്നെ അവിടെ ചെന്നപ്പോൾ അമ്മൂമ്മയൊക്കെ ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.